ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ഇതിൻ്റെ സൗണ്ട് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ശീദോശ എന്നാട്ടോ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നീർദോശ, പേപ്പർ ദോശ, അങ്ങനെ പല പേരുകളാട്ടോ അതിനുള്ളത്. വളരെ എളുപ്പം അത് തയ്യാറാക്കാൻ. ഇത് നല്ല വെള്ളം പോലെ കേട്ടോ കലക്കിയെടുക്കുന്നത്. അതിനായിട്ട് അരി നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത്തിരി വെള്ളം കൂടുതൽ നല്ല ലൂസാക്കിയിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സീൻ്റെ ജാറൊന്ന് കഴുകി ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചു പോകും. ഈ ഒട്ടിപ്പിടിക്കൽ ഒഴിവാക്കാനാണ് കേട്ടോ ഇങ്ങനെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എപ്പോൾ വേണമെങ്കിലും ചേർക്കാം, അരയ്ക്കുമ്പോഴോ പൊടി കലക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് വളരെ തിന്നായതുകൊണ്ട് ഒന്ന് മറിച്ചിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് പൊട്ടി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇത്തിരി തിക്കായിട്ടാട്ടോ ചട്നി അരയ്ക്കുന്നത്, കാരണം നൈസ് ദോശയല്ലേ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണ ചട്നിയൊക്കെ അരയ്ക്കുന്ന പോലെ മുളകും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ചേർത്ത് നമുക്കൊരു ചട്നി അരച്ചെടുക്കാം. ഈ ഒരു ദോശയില്ലേ, ഇതിലേക്ക് നമുക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് ഒരു സ്നാക്ക് പോലെ ഇത് കഴിക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഒരു ദോശേൻ്റെ ഉള്ളിൽ ഇത്തിരി തേങ്ങയും പഞ്ചസാരയൊക്കെ എടുത്ത് അതൊന്ന് മടക്കി വെച്ച് റോൾ ചെയ്തോ ഒക്കെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.